സൗദി തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമം അവസാന ഘട്ടത്തിലേക്ക്. മൂന്നാം ദിവസമായി ഇന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉച്ചകോടിയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ നാളെ വൻകിട നിക്ഷേപ കരാറുകൾ ഒപ്പുവയ്ക്കും. ലോകത്തിലെ മുൻനിര നിക്ഷേപകരെയും നേതാക്കളെയും ഒരുമിപ്പിച്ചുകൊണ്ട് റിയാദിൽ നടന്നുവരുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് 3 ദിവസം പിന്നിട്ടു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സർപ്രൈസ് എൻട്രി ആയിരുന്നു ഉച്ചകോടിയിൽ ഇന്നത്തെ പ്രത്യേകത. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ പങ്കെടുത്ത ചടങ്ങിലാണ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പങ്കെടുത്തത്. സിറിയൻ പ്രസിഡന്റ് പങ്കെടുത്ത ചർച്ച പൂർത്തിയായതോടെ കിരീടാവകാശി മടങ്ങുകയും ചെയ്തു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണർ യാസിർ അൽ റുമയാൻ, റെഡ്സി പദ്ധതി, ദിരിയ, കിങ് സൽമാൻ എയർപോർട്ട് തുടങ്ങിയവയുടെ സിഇഒമാർ തുടങ്ങിയവരും ഇന്ന് നടന്ന ചർച്ചകളിൽ പങ്കെടുത്തു. നിക്ഷേപ തന്ത്രങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾക്ക് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചു. ഉൽപാദനക്ഷമതയിലും തൊഴിൽ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു. ഉച്ചകോടി സമാപനത്തിലേക്ക് കടക്കുമ്പോൾ വിവിധ മേഖലകളിലായി ബില്യൺ കണക്കിന് ഡോളറിന്റെ സുപ്രധാന നിക്ഷേപ കരാറുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് സൗദിയുടെ വിഷൻ 2030 ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. വിദേശ നിക്ഷേപകർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനം ഉച്ചകോടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 8000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉച്ചകോടി നാളെ സമാപിക്കും. റിയാദിലെ കിങ് അബ്ദുലസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.